മോഹൻലാലിന്റെ പുതിയ ചിത്രമായ നീര് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല ആഗോള ബോക്സ് ഓഫീസിലും കളക്ഷൻ റെക്കോർഡിട്ട് മുന്നേറുകയാണ്. ഒരാഴ്ച കൊണ്ട് ചിത്രത്തിന് അമ്പരപ്പിക്കുന്ന കളക്ഷനാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 40 കോടിയിലധികം നേടിയെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സൗത്ത് വുഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ സിനിമയും അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ സെലിബ്രിറ്റികളും പിശുക്കു കാണിക്കുന്നില്ല. അത്തരത്തിൽ സിനിമ കണ്ട് തന്റെ അഭിപ്രായം നടി മാലാ പാർവതിയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അതിനു താഴെ വന്ന ഒരു അധിക്ഷേപ കമന്റിന് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് പാർവതി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ലാൽ സാർ ചിത്രം നേര് കണ്ടു. അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും സ്ക്രിപ്റ്റും. ലാൽ സാർ, സിദ്ദിഖ് സാർ, ജഗദീഷ് ഏട്ടൻ, അനശ്വര വേറെ ലെവൽ. അനശ്വര രാജിന്റെ ഗംഭീര പെർഫോമൻസ് അതിഗംഭീരം. അനശ്വരയുടെ കഥാപാത്രവും ഉപ്പയായി അഭിനയിക്കുന്ന ജഗദീഷ് ഏട്ടന്റെ കഥാപാത്രവും തമ്മിലുള്ള ഒരു ബോൺസിങ്ങും കണക്റ്റും ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. സിദ്ദിഖ് സാറിന്റെ ക്രിമിനൽ വക്കീൽ വേറെ ലെവൽ. ലാൽ സാറിന്റെ തികച്ചും വ്യത്യസ്തമായ ആത്മവിശ്വാസമില്ലാത്ത തോൽക്കുമെന്ന് ഭയമുള്ള വക്കീലായിട്ടുള്ള പകർന്നാട്ടം സൂക്ഷ്മവും കൃത്യവും. ജിത്തു ജോസഫ് മലയാളത്തിന് നൽകിയ വ്യത്യസ്തമായ ചിത്രമാണ് നീര്. ഗണേഷ് കുമാർ, ശാന്തി മായാദേവി, പ്രിയാമണി, ശ്രീ ധന്യ, രശ്മി അനിൽ തുടങ്ങി നടീനടന്മാരെല്ലാം ഗംഭീരമായി എന്നാണ് മാലാ പാർവതി കുറിച്ചത്. ഈ കുറിപ്പിന് താഴെ ഇങ്ങനെയൊക്കെ പറയാൻ എത്ര രൂപ കിട്ടി എന്ന കമന്റുമായി ഒരാൾ എത്തിയതാണ് മാലാ പാർവതിയെ ചുടിപ്പിച്ചത്. കമന്റിന് മാലാ പാർവതി നൽകിയ മറുപടി ഇങ്ങനെയാണ്: സ്വിസ് ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത്, അതുകൊണ്ട് എത്രയാണ് വന്നതെന്ന് ഓർമ്മയില്ല. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നീരിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത്. അഡ്വക്കേറ്റായ ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ രചിച്ചത്. മോഹൻലാലിനെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, ഗണേഷ്, അനശ്വര, ശ്രീധന്യ, ശാന്തി മായാദേവി, ശങ്കർ ഇന്ദുചൂഡൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്.